Hello everyone, welcome to another video covers on home styling. ഈ വീഡിയോയിൽ നമ്മൾ കിച്ചണിലേക്ക് ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കിച്ചണിലേക്ക് ബ്ലൈൻഡ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഏതാണുള്ളത്, പ്രീമിയം കാറ്റഗറിയിൽ ഏതൊക്കെയാണുള്ളത് എന്നതിനെ പറ്റിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഫുള്ളായിട്ട് കാണാൻ വളരെ ഉപകാരപ്പെടും. നമ്മൾ കിച്ചണിൽ ബ്ലൈൻഡ്സ് ചെയ്യാൻ പോകുമ്പോൾ പുതിയ വീടുകളിൽ എല്ലാവരും ബ്ലൈൻഡ്സ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്ലൈൻഡ്സിൻ്റെ വർക്ക് കിട്ടി, നമ്മൾ കിച്ചണിൽ ബ്ലൈൻഡ്സിൻ്റെ മെഷർമെൻറ്റ് എടുത്ത് കഴിയുമ്പോൾ പഴയ വീടുകളിൽ അവർക്ക് ചോദിക്കും ഇവിടെ ബ്ലൈൻഡ്സിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ചെയ്യണോ, അല്ലെങ്കിൽ വെറുതെ വിട്ടാൽ മതിയോ. നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഇപ്പോൾ ആ റൂമിലേക്ക് ബ്ലൈൻഡ്സിൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ബ്ലൈൻഡ്സ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തിടാം. ബ്ലൈൻഡ്സ് ചെയ്യുന്നത് കൊണ്ടുള്ള മെയിനായിട്ടുള്ള യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കിച്ചൺ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് എന്ന് കരുതാം. ഇപ്പോൾ ഒരു ഡാർക്ക് ഗ്രേ കളർ, ബ്രൗൺ കളർ, അങ്ങനെ പല കളറിൽ നമ്മൾ മോഡുലാർ കിച്ചൺ ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ യൂഷ്വലി ഒരു 2 വിൻഡോ ആയിരിക്കും കിച്ചണിൽ വരിക. അത് ഒരു 100 സെൻറ്റിമീറ്റർ ഹൈറ്റൊക്കെ ഉള്ള ഗ്രാനൈറ്റിൻ്റെ തൊട്ട് മുകളിലൊക്കെ നിൽക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൈൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കിച്ചണിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ബാക്കിയുള്ളിടത്തെല്ലാം നമ്മൾ ഡിഫറെൻറ്റ് കളർ ചെയ്തു. ആ വിൻഡോ മാത്രം വളരെ നേക്കഡായിട്ട് കിടക്കുമ്പോൾ ആ ഒരു ഇൻറ്റീരിയർ ഫുൾ ആവാത്തതുപോലെ തോന്നും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കി ഇൻറ്റീരിയർ ചെയ്യുന്നത് പൊതുവെ കിച്ചണിലായിരിക്കുമല്ലോ. അപ്പോൾ അതൊരു കംപ്ലീറ്റ് ആക്കാനായിട്ടും, പിന്നെ ഓഫ് കോഴ്സ് വൈകിട്ടൊക്കെ ആകുമ്പോൾ കിച്ചണിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല വെയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വെയിൽ ജസ്റ്റ് ഒന്ന് ഷെയ്ഡിന് വേണ്ടിയിട്ടൊക്കെയാണ് കിച്ചണിൽ ബ്ലൈൻഡ്സ് ചെയ്യുന്നത്. ബ്ലൈൻഡ്സ് ചെയ്യുമ്പോൾ എല്ലാവരും പേടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആ ഗ്രാനൈറ്റിൽ ആ കിച്ചണിൻ്റെ വിൻഡോയുടെ തൊട്ടടുത്ത് തന്നെ ആയിട്ടായിരിക്കും നമ്മൾ സ്റ്റൗ വെക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ സിങ്ക് വരുന്നതും കിച്ചണിൻ്റെ അടുത്തായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവിടെ പൊടി വരും, സ്മോക്ക് വരും, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കറ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇത് അഴുക്കാകും. അപ്പോൾ വെറുതെ ആ പൈസ പോകില്ലേ എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്ലൈൻഡ്സ് യൂസ് ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആണ്. ആക്ച്വലി ഒരുപാട് നാളായിട്ട് ഒരു കുഴപ്പമില്ലാതെ കർട്ടനിൽ അല്ലെങ്കിൽ കിച്ചണിൽ ബ്ലൈൻഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം ഏത് ബ്ലൈൻഡാണ് ബെസ്റ്റ് ഫോർ കിച്ചൺ, ഏത് ബ്ലൈൻഡാണ് വേസ്റ്റ് ഫോർ കിച്ചൺ. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ, അതായത് ബെസ്റ്റ് ഞാൻ ആദ്യം തന്നെ പറയാം. ബെസ്റ്റ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ദ ബെസ്റ്റ് ബ്ലൈൻഡ്സ് ഫോർ കിച്ചൺ ആക്ച്വലി സീബ്ര ബ്ലൈൻഡ്സ് ആൻഡ് റോളർ ബ്ലൈൻഡ്സ്. ഇവർ രണ്ടുപേരും ഏകദേശം തുല്യമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ കിച്ചണിൽ അല്ലെങ്കിൽ ബാക്കിയുള്ളിടത്തെല്ലാം സീബ്ര ബ്ലൈൻഡ്സ് ചെയ്തു. ഇനി കിച്ചണിൽ വന്നു. കിച്ചണിൽ ഏത് ടൈപ്പ് ബ്ലൈൻഡ്സ് വേണമെന്ന് നമ്മൾ നോക്കുമ്പോൾ ലൈറ്റ് കളേഴ്സ് സീബ്ര ബ്ലൈൻഡ്സ് അല്ലാതെ ഡാർക്ക് കളറാണ് എങ്കിൽ ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാണ്. ക്ലീനിങ് എളുപ്പമാണ്, പൊടിയോ ഡസ്റ്റോ ആയിട്ട് എനിക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ലുക്ക് വൈസ് ആ ലൈറ്റ് ആവശ്യമുള്ളത് മാത്രം ആ ഒരു ക്ലോസ് ചെയ്തിടുന്ന ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് സീബ്ര ബ്ലൈൻഡ്സ്. പിന്നെ വലിയ ബഡ്ജറ്റ് വരത്തില്ല. എക്സ്പെഷ്യലി കിച്ചണിൽ വരുന്ന വിൻഡോ ചെറുതും കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറഞ്ഞ ബഡ്ജറ്റേ നമുക്ക് കിച്ചണിലേക്ക് വരത്തുള്ളൂ. പിന്നെ ഉള്ളത് റോളർ ബ്ലൈൻഡ്സ്. റോളർ ബ്ലൈൻഡ്സ് ശരിക്കും ഫസ്റ്റ് പറയേണ്ടതാണ്. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് സീബ്ര പറഞ്ഞതെന്ന് വെച്ചാൽ, സീബ്ര കുറച്ചുകൂടി താഴത്തെ റേറ്റിലുള്ളതും കിട്ടുന്നുണ്ട്. അപ്പോൾ റോളർ ബ്ലൈൻഡ്സിൻ്റെ ഓപ്ഷൻ എന്താ വെച്ചാൽ, റോളർ ബ്ലൈൻഡ്സിൽ 2 ഓപ്ഷൻ ഉണ്ട്. അതായത് ജൂട്ടിൻ്റെ 2 കളേഴ്സ് ഉണ്ട്. ഇന്ത്യൻ ജൂട്ട് മെറ്റീരിയലാണ്. ഇത് നല്ല രീതിയിൽ ലൈഫ് ഉള്ളതാണ്. അതുപോലെ തന്നെ നല്ല ആവശ്യത്തിന് മാത്രം ലൈറ്റ് അകത്തേക്ക് കടത്തിവിടും. അതായത് റോളർ ബ്ലൈൻഡ്സ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്താൽ പോലും റൂമിനകത്തേക്ക് നല്ല രീതിയിൽ ലൈറ്റ് വരുന്നതാണ്. ഈ ഒരു 2 ഇത് നമ്മൾ ബെഡ്റൂംസിൽ യൂസ് ചെയ്യാറില്ല. ഈ ജൂട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ബെഡ്റൂംസിൽ യൂസ് ചെയ്യാറില്ല. കാരണം അതിന് പ്രൈവസി കുറച്ച് കുറവാണ്. പക്ഷേ കിച്ചണിൽ ഇത് ബെസ്റ്റാണ്. നല്ല രീതിയിൽ ആളുകൾക്ക് റിവ്യൂ തരുന്ന, നല്ല ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയലാണ് ഈ 2. പിന്നെ ഇതിൻ്റെ വേറൊരു യൂസ് എന്ന് പറഞ്ഞാൽ, ഈ പെൽമെറ്റ് വെച്ച് അതായത് പെൽമെറ്റ് വിത്ത് ഹെവി ബോട്ടം വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീബ്ര ബ്ലൈൻഡ്സിനേക്കാളും ഇതിന് പ്രൈസ് മുകളിൽ നിൽക്കുന്നത്. പക്ഷേ കിച്ചണിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെൽമെറ്റ് വേണമെന്നില്ല. അതുപോലെ തന്നെ ഒരു താഴെയായിട്ടുള്ള ഹെവി ബോട്ടത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മൾ അത് ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം സീബ്ര ബ്ലൈൻഡ്സിൻ്റെ ഒരു എബവ് ആവറേജ് ലെവലിലുള്ള അതേ റേറ്റ് തന്നെയാണ് ഇതിന് വരുന്നുള്ളൂ. പിന്നെ അതുകൊണ്ട് തന്നെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ഈസി ടു ക്ലീൻ ആണ്.
പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്, കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്കിലാണ് കിച്ചൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വുഡൻ ബ്ലൈൻഡ്സ് യൂസ് ചെയ്യുക. വുഡൻ ബ്ലൈൻഡ്സിൽ തന്നെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള വുഡൻ ബ്ലൈൻഡ്സ് വരുന്നുണ്ട്, ഫോക്സ് വുഡ് വെച്ച് മേക്ക് ചെയ്യുന്നത്. കുറച്ചുകൂടി ബഡ്ജറ്റ് എബവ് ആണ്, എന്നാലും അതിന് നല്ല ഒരു ട്രഡീഷണൽ കം മോഡേൺ ലുക്ക് തരാൻ പറ്റും. ചെറിയ വിൻഡോസ് 1-2 വിൻഡോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വുഡൻ ബ്ലൈൻഡ്സ് യൂസ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുടെ പേര് ഞാൻ പറയാത്ത വെനീഷ്യൻ ബ്ലൈൻഡ്സ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെനീഷ്യൻ ബ്ലൈൻഡ്സ് കുറച്ചും കൂടി പഴയതായി, അല്ലെങ്കിൽ ആ സ്റ്റൈൽ പഴയതായി എന്ന് പറയാം. ഒന്ന്, വെനീഷ്യൻ ബ്ലൈൻഡ്സിന് മെയിൻ്റനൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഫിൻ ഉണ്ടല്ലോ, ഈ ഫിന്ന് ജസ്റ്റ് നമ്മൾ അറിയായിരിക്കും വെനീഷ്യൻ ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഫിന്ന് നമ്മൾ ടച്ച് ചെയ്യണമെങ്കിൽ ഒന്ന് ബെൻഡ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ഒരു ബെസ്റ്റ് ബ്ലൈൻഡായിട്ട് പറയാൻ പറ്റില്ല, കാരണം അത് മെയിൻ്റനൻസ് വരുന്ന ബ്ലൈൻഡാണ്, ലൈഫ് കുറച്ച് കുറവാണ്. അപ്പോൾ എനിക്ക് ബാക്കിയുള്ള ഈ പറഞ്ഞ സീബ്ര ബ്ലൈൻഡ്സ്, റോളർ ബ്ലൈൻഡ്സ് ഒക്കെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നത്. ഒരു മെയിൻ്റനൻസ് വരുന്ന ഒരു പ്രോഡക്റ്റ് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വെനീഷ്യൻ ബ്ലൈൻഡ്സ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ വെനീഷ്യൻ ബ്ലൈൻഡ്സിൻ്റെ ക്വാളിറ്റി കൂടിയ മോഡൽസ് വരുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെനീഷ്യൻ ബ്ലൈൻഡ്സും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് വെനീഷ്യൻ ബ്ലൈൻഡ്സ് കാണാം, കൂടുതലും പുറത്ത് രാജ്യങ്ങളിലൊക്കെ അവർ വെനീഷ്യൻ ബ്ലൈൻഡ്സ് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ വുഡൻ ബ്ലൈൻഡ്സ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ വെനീഷ്യൻ ബ്ലൈൻഡ്സിൻ്റെ സെയിം ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ വുഡൻ ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു സിമ്പിൾ മിനിമലിസ്റ്റിക് ഒരു ഡിസൈനൊക്കെ ആണെങ്കിൽ എപ്പോഴും റോളർ ബ്ലൈൻഡ്സ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഇത് കൂടാതെ വരുന്ന ഓപ്ഷൻസ് റോമൻ ബ്ലൈൻഡ്സ് ഉണ്ട്, വെർമൻ ബ്ലൈൻഡ്സ് ഉണ്ട്, പിന്നെ കർട്ടൻ ചെയ്യാം. ഇതിനൊക്കെയുള്ള ഇഷ്യൂ എന്താ വെച്ചാൽ ക്ലോത്ത് വെച്ചിട്ടുള്ള ബ്ലൈൻഡ്സ് ആണെങ്കിൽ ഈ ക്ലോത്ത് അഴുക്കാവാൻ സാധ്യതയുണ്ടല്ലോ, അപ്പോൾ അത് ക്ലീൻ ചെയ്യാനൊക്കെ പാടായിരിക്കും. നമുക്ക് ആ വിൻഡോയിൽ തന്നെ ഇട്ട് ഒരു നനഞ്ഞ തുണിക്ക് തുടക്കാൻ പറ്റിയ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണല്ലോ, അതുകൊണ്ടാണ് ഈ ക്ലോത്ത് വെച്ചിട്ടുള്ള സജസ്റ്റ് ചെയ്യാത്തത്. ബാക്കി അപേക്ഷിച്ച് ക്ലോത്ത് ചെയ്യുമ്പോൾ പിന്നെ ഇപ്പോൾ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഒരു ഷിയർ മാത്രം ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഷിയർ എന്നൊക്കെ പറഞ്ഞാൽ അഴുക്ക് പിടിച്ചെടുക്കാൻ സാധ്യത കൂടുതലാണ്, അതിൻ്റെ വൈറ്റ് കളറൊക്കെയാണ്. അപ്പോൾ കിച്ചണിലേക്ക് അത് ഒരിക്കലും നോക്കാതിരിക്കുക. ബെസ്റ്റ് ആയിട്ടുള്ളത് സീബ്ര ബ്ലൈൻഡ്സോ അല്ലെങ്കിൽ റോളർ ബ്ലൈൻഡ്സോ അല്ലെങ്കിൽ വുഡൻ ബ്ലൈൻഡ്സോ നോക്കുക. ഇതാണ് എനിക്ക് ഈ ഒരു കിച്ചണിൽ ചെയ്യുന്നതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ബ്ലൈൻഡ്സ് എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.